പ്രത്യേക സാഹചര്യം ഗ്ലൂ പോലത്തെ ഒരു സാധനം കണ്ടില്ലേ അത് ലാസിയാടി പട്ടി എടീന്റെ വാല് നോക്ക് കുഞ്ഞുമോളെ എടി പട്ടി മോളെ അതിന്റെ വാല് നോക്ക് ഇത് നാടൻ പൂച്ചല്ല നാടൻ പൂച്ചല്ല അത് വരട്ടെ അത്ര ചാടി 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 എടി കുഞ്ഞു നമ്മളെ ലാസി എടി നമ്മളെ ലാസി ബേബി എടി മോള് അതിന്റെ വാല് നോക്കാതെ ഇങ്ങനെ ആയിപ്പോയതാ അതാണല്ലടി എന്റെ പൊന്നു മോളെ ലാസിന്റെ മകൻ വല്ലതുമായിരിക്കും മകൻ പ്രസവിച്ചിട്ടുള്ള കുട്ടി ഇതാണ് നമ്മളെ ലാസി. ഇതുമാതിരിയല്ല നമ്മളിപ്പോ അവിടെ കണ്ട് അല്ലല്ലേ. രാവിലെ തന്നെ കുഞ്ഞു ഗെയിം കളിക്കായിരുന്നു. അവിടെ നിന്നാണ് പൂച്ചനെ നോക്കാൻ വന്നത്. ഇതെന്താ കോൾ ഓഫ് ഡ്യൂട്ടി കഴിഞ്ഞാളെ? ഓ അപ്പൊ കുഞ്ഞു പ്രോ പ്ലെയർ ആണ് ഇതിലത്തെ. പ്രോ ആണ്. സോ ഡ്യൂട്ടി കളിച്ച് കാണിച്ചത് സംഭവം നോക്ക പ്രോ കളി എന്താന്ന്. എന്റെ മോളെ ഏതാ കളി ഗൈസ്. മൂവ്മെന്റ് ഒക്കെ ഉണ്ട്. എനിമീസ് ഇപ്പൊ ഫയറിങ് നോക്കിക്കൊണ്ടിട്ടോ. ഓ ഇത് എന്തൊരു ഫാസ്റ്റ് മൂവ്മെന്റാ എന്റെ മോനെ എന്തിട്ട് ഇത് എന്ത് എനിക്കൊന്നും മനസ്സിലാവില്ല കണ്ടിട്ട്. എന്റെ അമ്മ ഇത് മറ്റുള്ളവർക്ക് കളിക്കാൻ അറിയാത്തത് കൊണ്ടാണോ അത് ഇവള് നല്ലോണം കളിക്കുന്നത് കൊണ്ടാണോ? എനിക്കല്ല സംഭവം നല്ലോണം കളിക്കുന്നത്. ഇതുവരായിട്ട് ഡെത്ത് മാച്ചുകള് ഔട്ടായില്ല. ശക്തിയില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും ഒരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് എന്റെ ഡ്യൂട്ടി അങ്ങ് തട്ടിക്കളയേണ്ടി വന്നു ഗൈസ്. ഞാൻ ഡെഡ് ബോഡി കാണിച്ചുതരാം. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മുടെ ഡ്യൂട്ടി ഞാൻ എന്താക്കുന്നു വെട്ടതായിരുന്നു. ഇവിടെ സ്വഭാവം തീരെ ശരിയല്ല. സോ ഒറ്റ വെട്ടലിന് കണ്ടില്ലേ രണ്ടായിപ്പോയി, തള പിളർന്നു പോയി ഗൈസ്. അതാണ് പവർ. ഓക്കെ എനിവേ ഗൈസ്, ഇന്നത്തെ ഗെയിം നമ്മൾ സ്ക്വിഡ് ഗെയിം ഇൻസ്പയർഡ് ആയിട്ട് ഒരു കിട്ടിക്കാഴ്ച സാധനം നമ്മൾ സെറ്റ് ചെയ്തു. സ്ക്വിഡ് ഗെയിം ആയതുകൊണ്ട് ഇതാക്കണം നമ്മൾ ഈ സാധനം ഇവിടെ സ്റ്റാർട്ടിംഗിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ഗെയിം എന്ന് പറഞ്ഞാലും ഞങ്ങളെ മൊത്തം ബോക്സസ് ആണ്. ഓരോ റോയിൽ ആകെ ഒരു പെട്ടിയായിരിക്കും സേഫ് ആയിട്ടുള്ള, ബാക്കി എല്ലാത്തിലും കിട്ടിലും പണികൾ. ഇപ്പം കുഞ്ഞു ആദ്യം ഇതിൽ ചവിട്ട, ഇത് ചിലപ്പോ സേഫ് ബോക്സ് ആയിരിക്കും, ഇതിൽ ചിലപ്പം ഭയങ്കര വേസ്റ്റ് ആയിട്ട് റോയില് 2 ബോക്സ് ഉണ്ടെങ്കിൽ ആ 2 ബോക്സ് ആയത് ഒന്നെനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോ പണിയാകാം, ചിലപ്പോ നല്ല സേഫ് ആകാം. അതെ, ഇതിലിപ്പോ എനിക്ക് പോലും അറിയില്ല ഏതാണ് സേഫ്. നെക്സ്റ്റ് ലെവലിലേക്ക് കിടക്കാം. സേഫ് അല്ലെങ്കിൽ അടുത്ത ആള് കളിക്കണം. ബോക്സിൽ ഒരുപാട് നല്ല അടിപൊളി സാധനങ്ങൾ വെച്ചിട്ട് എന്നെ ഇമ്മനോട് ഞങ്ങൾ അങ്ങോട്ടും കൂടെ മാറ്റി വെപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഇതിൽ എന്തൊക്കെയാണ് എവിടെക്കാണ് പണിയുന്നത്. സോ ഫസ്റ്റ് നമ്മളുടെ ഡ്യൂട്ടിയാണ്. ആരും റെഡി? സോ ചാടിക്കോ. ഇതിൽ ഏതാണ്? അതെ തല മുറിഞ്ഞോണ്ട് നിനക്ക് ഒരു കണക്ക് കൂട്ടലില്ലേ? സോ ഇതാക്കണ ഡ്യൂട്ടി ചാടുന്നുണ്ട്. ഓക്കെ യാ ചാടിക്കോ. ഒറ്റ ചാട്ടോ, ചാടോ. ഓ ഗൈസ്, അപ്പൊ ഡ്യൂട്ടി നമ്മളുടെ ഇനി ഇതിന്ന് അടുത്തലേക്ക് ജമ്പ് ചെയ്യണം. ഡ്യൂട്ടി ഇപ്പം സേഫ് ആയിരിക്കും. ആദ്യത്തെ റൗണ്ട് ഡ്യൂട്ടി വിജയിച്ചിരിക്കുന്നു. ഇനി ഇതിലൊക്കെ ചാടാൻ പോകുന്നത് പറയും. വീണ്ടും ബ്ലൂ എന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു ഗൈസ്. എന്ത് ദുരന്താവണേ. ഞാനപ്പോ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പലതുണ്ട്, നല്ല പെയിൻഫുൾ സാധനങ്ങളും നമ്മൾ വെച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? സോ ചാടിക്കോ റൗഡി. എന്താ സാധനം? ഞാൻ വേറെന്താ പറയാ, സാധനം ഗ്ലൂ പോലത്തെ ഒരു സാധനം ആഡ് ചെയ്തിട്ടോ. സോ അതെന്നാണ് കിട്ടിയത്. കുഴപ്പമില്ല, ഡ്യൂട്ടി എന്തായാലും സക്സസ്ഫുൾ ആയിട്ട് ഔട്ട് ആയിരിക്കുന്നു. യെസ്. അല്ല, ഞാൻ ഓൾറെഡി ഇനി ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത്. താങ്ക് യു.
മൂന്നാണുള്ളത്. 3 ഓപ്ഷൻസ് ഉണ്ട്. 3 ഓപ്ഷനിലേക്ക് ഏതിലേക്ക് ചാടുന്നാണ് നോക്കണേ. ഞാനേതായാലും ഡ്യൂഡി എടുത്ത നീല എടുക്കാൻ തീരുമാനിച്ചു. അതൊന്നും അങ്ങനെ ഇതിലേക്ക് 12 ആ വൈറ്റ് ബോക്സ്. വൈറ്റ് ബോക്സ് ഉറപ്പാണോ? ഞാൻ ഇതിൽ നിന്ന് സക്സസ്ഫുള്ളി ഔട്ട് ആയിരിക്കുന്നു. ജസ്റ്റ് മിസ്. ഞാൻ ഇനിയും സെലക്ട് ചെയ്യണ 2 1. അത് മറന്നു. അതും സേഫ് അല്ലെങ്കിൽ നിനക്ക് സിമ്പിൾ ആവും. പക്ഷെ എനിക്ക് ഒരു പെട്ടും കൂടി അല്ലായിരുന്നു. ആ പെട്ടും കൂടി ഞാൻ ചാടിയിരുന്നെങ്കിൽ ഞാൻ ജയിച്ചാൽ ഭയങ്കര സിമ്പിൾ ആയിരുന്നു. ഷിറ്റ്. ഏതായാലും ഡ്യൂഡിന്റെ കയ്യിലാണ് ഇനി എല്ലാം. ലക്കി ഡ്യൂഡി ഇതിലെ വിജയിക്കാനുള്ള എല്ലാതും ഞാൻ നിന്നിൽ കാണുന്നുണ്ട്. എനിക്ക് സിമ്പിൾ ആവും. സോ ഓക്കെ, എനിക്ക് സിമ്പിൾ ആക്കിക്കൊണ്ട് ഞങ്ങളെ ചാടിക്കോ. ചാടിയോ. ഓക്കെ സെറ്റ്. ഓക്കെ എനിക്കറിയാം, നീ നിന്റെ അനുസരിച്ച് ചാടിക്കോ. യെസ് ചാടിക്കോളൂ. അടുത്തതാക്കണ 2 ബോക്സ് ആണ് ലെഫ്റ്റ് ഇട്ടതാക്കണം. ഒന്ന് ഇതും ഒന്ന് അതും. ഒരു വയറ്റിലാകാത്ത കൊണ്ടുവച്ചിന്. അപ്പൊ മറ്റേ വയറ്റിൽ നല്ലതായിരിക്കാം. പക്ഷെ ഞാൻ അവിടെ ഒരു ചാടണം. യെസ്. എന്താ ഗ്ലൂ കാല് പൊക്കിയ ഡിസ്കസ്റ്റിംഗ്. പശ ആയതുകൊണ്ട് നോക്കിയാ ഞാൻ കഴുകാൻ വേണ്ടി ഞാൻ കൊണ്ടുപോയത്. നിലത്തം കിട്ടാലേ കഷ്ടാണ്. I'm so lonely, hurt my head. I'm so lonely, hurt my head. I'm so broken, I'm so lonely. This is my heart. അപ്പൊക്ക് എനിക്ക് സിമ്പിൾ ആയിട്ട് വിജയിക്കുക. അപ്പൊ ചാടിക്കോ. തവള ചാടുന്നപ്പോൾ ചാടിക്കോ. 1 2 എനിക്ക് വേണമെങ്കിൽ എനിക്ക് ഒന്നുകൂടി ഡൗട്ട് അടിച്ച് ചാടാൻ ഒക്കെ ചേഞ്ച് ചെയ്തു. അല്ല എന്ത് രസോ. ഒരു റൗണ്ട് കൂടി ഉള്ളൂ. ഏതാ നീ പറ ചാടുന്നേ? റെഡോ? ഓക്കെ. ഞാൻ ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. എന്തൊരു ഉള്ളില് ഭയങ്കര പേടി. എന്താ ഇങ്ങനെ? ഇത് 2 ലാസ്റ്റത്തെ 2 എന്തായിരിക്കും? എന്താ? നെക്സ്റ്റ് ഏതാണ് സെലക്ട് ചെയ്യുന്നത്? ഞാന് ഇത് അല്ല 10. Okay? 10? Are you sure about that? Are you sure about that? I'm sure. Okay. 1 2 and ചാടിക്കോ. സ്ലൈം. മറ്റേ കാല് കൂടെ അതിൽ മുക്കണം. അല്ലെ പറ്റൂല. മറ്റേ കാല് കൂടെ അതിൽ മുക്കില്ല. ഞാൻ ചവിട്ടിയതെങ്കിൽ ചവിട്ടിന്റെ ആവശ്യമുള്ളൂ. പറ്റൂല. കല്ലെന്ത് രസം. ചവിട്ടിയതെങ്കിൽ ചവിട്ടിന്റെ ആവശ്യം. ഇത് രസാണ്. കുരുപ്പെന്റെ അടുത്ത് കൊണ്ടോണ്ടിരി. ഞാൻ എടുത്തോണ്ടിരാ. എന്താ ജസ്റ്റ് മിസ്. ജസ്റ്റ് മിസ് ഞാൻ രക്ഷപ്പെട്ടു. കുഞ്ഞു ജയിച്ചു. ഞാൻ പൊട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി 1-2 ബോക്സും കൂടെ ലെഫ്റ്റ് ഉള്ളൂ. അതോടെ കഴിഞ്ഞാൽ കുഞ്ഞു ആ ഡോളിന് കൈ കൊടുക്കുന്നതോടുകൂടി അതെ നമുക്ക് നോക്കാം സേഫ് ആണോ അല്ലേ. നേരം റെഡി. ലെറ്റ്സ് ഗോ. സോ ഇനി കുഞ്ഞുവിന്റെ ടേൺ ആണ്. കുഞ്ഞു ചാടിക്കോട്ടെ. ഇനിയിപ്പോ കുറെ പെട്ടികൾ ഓൾറെഡി ഓപ്പൺ ആക്കി നമ്മളുടെ ഡോൾ ഇതാക്കണ കൈ കൊടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ നമുക്ക് നോക്കാം. കുഞ്ഞു ചാടിക്കോ. സ്റ്റാർട്ട്. 1 2 3 സുഖമായല്ലോ അല്ലേ കുരിപ്പ്. 4 ഒക്കെ ഞാൻ ചാടി സെറ്റ് ആക്കിയോണ്ട് അവൾക്ക് എളുപ്പമായി.
4. ഇനി ഒരു ബോക്സ് ഉണ്ട് പറയുമ്പോൾ ഇതിലേക്ക് ചാടാൻ വേണമെങ്കിൽ ഇതിലേക്ക് ചാടാം. അത് എംപ്റ്റി ആണെങ്കിൽ അതെ അതെ നല്ല വൃത്തിയുടെ മണമുണ്ട്. കാല് കഴിക്കുമല്ലോ. ഓക്കെ ചാടിക്കോ. ഒന്നുമില്ല. ഓ മൈ ഗോഡ്. സോ നമ്മളുടെ ഇതിലെ വിന്നർ ഡ്യൂഡി ആയിരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് ഫോർ യു ഫോർ ദ ഗെയിം. ഓക്കെ നെക്സ്റ്റ് ടൈം വിൻ ചെയ്താൽ ഇതിന് ഡബിൾ കിട്ടും. ഓക്കെ all the best. Congratulations winner. ഷോപ്പിങ്ങിന് വീഡിയോ കാണാം.